ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ മഅരിഫത്തി സുഗ്റ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 10 കിതാബിലെ ആദ്യത്തെ കിതാബായ മഅരിഫത്തു സുഗ്റയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഅദ്. ആരാണ് ഈ മുസന്നിഫ് എഴുതിയത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ മുസന്നിഫിൻ്റെ ഈ കിതാബിൻ്റെ രചയിതാവ് അഥവാ ഈ കിതാബിൻ്റെ മുസന്നിഫ് ആരാന്ന് നോക്കുകയാണെങ്കിൽ ആലിമുൽ അല്ലാമ അഷേഖ് അബ്ദുൽ അസീസ് മഖ്ദൂമി റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ 994 മഹാനവറുടെ വഫാത്ത്. വലിയ മഹാനാണ്. മഖ്ദൂം തങ്ങളുടെ ഒന്നാം മഖ്ദൂം തങ്ങളുടെ മൂന്നാമത്തെ മകനാണ് അബ്ദുൽ അസീസ് തങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കടക്കാതെ നേരെ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ റഹ്മാനുർ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബർക്കത്തെടുത്തവരായി നിലയ്ക്ക് നാം തുടങ്ങുന്നു. വബിഹി നസ്തഈൻ. അള്ളാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനേക്കാണ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ നേതാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അവിടുത്തെ കുടുംബക്കാരുടെയും അവിടുത്തെ അനുചരരുടെയും മറ്റെല്ലാവരുടെയും മേലൊക്കെ ഉണ്ടാകട്ടെ. ബഅദ്. പ്രാരംഭ മുറകൾക്ക് ശേഷം ഇനിയാണ് പാഠം തുടങ്ങുന്നത്. ഫഹാദ ബാബു മഅരിഫത്തിൽ ഇസ്ലാമി വൽ ഈമാൻ. ഈ ബാബ് മഅരിഫത്തുൽ ഇസ്ലാമി വൽ ഈമാൻ, ഈമാനിനെയും ഇസ്ലാമിനെയും അറിയുന്നതിനെ കുറിച്ചുള്ള ബാബാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കിതാബിൻ്റെ ശൈലി? എങ്ങനെ? മുസ്തമിലതൻ, ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ്. എന്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്? അലൽ അസ്ഇലത്തി വൽ അജ്വിബത്തി, ചോദ്യത്തെയും ഉത്തരത്തെയും ചോദ്യോത്തര രീതിയിലാണ് ഈ ഒരു ബാബിലൂടെ ഇസ്ലാമിനെയും ഈമാനെയും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയും, അങ്ങനെ ചോദ്യം ഉത്തരം അങ്ങനെയാണ് ഈ പാഠത്തിലൂടെ, ഈ ഒരു ബാബിലൂടെ ഇസ്ലാമിനെയും ഈമാനെയും പഠിപ്പിച്ചിരുന്നത്. ആ ശൈലിയാണ് മുസന്നിഫ് സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാനുള്ള തെളിവ്? അങ്ങനെ ഒരു തെളിവുണ്ടോ? അതേ, ഉണ്ട്. വൽ അസ്ലു ഫീഹിമ. ഇങ്ങനെ ചോദ്യോത്തര രീതിയിൽ ഈ കിതാബ് കൊണ്ടുവരാനുള്ള ഇതിനുള്ള തെളിവ് എവിടെ നിന്നാണ്? ഒന്നാണ്. റുവിയ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നിന്നാണ്. അന്നഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുകയായിരുന്നു. ഇത് അന്നേരം ഹദറ ശഖ്സുൻ ബി അഹ്സനി സീനത്തിൻ വ അജ്മലി സൂറത്തിൻ ഷദീദി സവാദി ഷഅരി. അഥവാ ഇത് ഹദറ ഷഖ്സുൻ, ആ നേരം ഒരു വ്യക്തി വന്നു. ബി അഹ്സനി സീനത്തിൻ, നല്ല ഭംഗിയുള്ളൊരു വ്യക്തിയാണ്. വ അജ്മലി സൂറത്തിൻ, ബി അഹ്സനി സീനത്തിൻ വ അജ്മലി സൂറത്തിൻ, നല്ല ഭംഗിയും നല്ല രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ് വന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ ബി അഹ്സനി സീനത്തിൻ വ അജ്മലി സൂറത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഭംഗിയിൽ സുന്ദരനായിട്ട് ഒരാൾ വന്നു. ഷദീദി സവാദി ഷാരി, അദ്ദേഹത്തിൻ്റെ മുടി കറുത്ത മുടിയാണ്. ഷദീദി ബയാഉ സിയാബി, അദ്ദേഹത്തിൻ്റെ വസ്ത്രമാണല്ലോ വെളുത്ത വസ്ത്രവുമാണ്. ലാ യുറ അലൈഹി അസറു സഫരി, അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു യാത്ര ചെയ്ത് വന്ന ഒരാളെ പോലെ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു യാത്രയുടെ ഒരു അടയാളമൊന്നും കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ, യാത്ര ചെയ്ത് തന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? അദ്ദേഹം ഇവിടെയുള്ള ആളൊന്നുമല്ല. ഞങ്ങളിൽ നിന്ന് ആർക്കും അയാൾ അറിയുകയില്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ,
ഞങ്ങളിൽപ്പെട്ട ആർക്കും അയാൾ അറിയുകയില്ല. അപ്പോൾ ഇത് അടുത്തുള്ള ആളാവില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ വിട്ടുനിന്ന് വരികയാണെങ്കിൽ അതിൻ്റെ യാത്രാക്ഷീണം കാണണമല്ലോ, അത് കാണുന്നില്ല. ഹത്ത ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിരുന്നു. എങ്ങനെ ഇരുന്ന്? മുത്തസിലൻ റുക്ബത്താഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽമുട്ടും മുത്തസിലൻ റുക്ബത്താഹു, അദ്ദേഹത്തിൻ്റെ അഥവാ വന്ന ആളുടെ രണ്ട് മുട്ടുകാലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട്, ഇലാ റുക്ബത്തൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട്, വാദിഅൻ യദൈഹി അലാ ഫഖിദൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും അദ്ദേഹത്തിൻ്റെ തൊടയുടെ മേൽ വെച്ചു ചെയ്തു. ഫഖാല, എന്നിട്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദേ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതാ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കലും കൂടിയാണ്. തുഖീമുസ്സലാത്ത, നിസ്കാരം നിലനിർത്തലുമാണ്. നിസ്കരിക്കാൻ നിസ്കാരം നിലനിർത്താം, അത് എന്നും നിസ്കരിക്കുക എന്നുള്ള നിസ്കാരം നിലനിർത്താനല്ല. പിന്നെന്താ? സക്കാത്ത, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് എന്തുവാ? നിർബന്ധിത ദാനം, അത് കൊടുക്കുക. തസൂമു റമളാന, റമളാൻ മാസം നോമ്പ് നിൽക്കുക. വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, കഴിവുള്ളവർ എന്താ ചെയ്യുക? ഹജ്ജ് ചെയ്യുക. അഥവാ ഹജ്ജ് ചെയ്യാൻ കഴിവ്, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഹജ്ജ് ചെയ്യുക. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഫഖാൽ, അപ്പോൾ വന്ന ചോദ്യം ചോദിച്ച ഒന്നാൾ പറയാണ്, സ്വദഖത യാ മുഹമ്മദ്, നീ സത്യം പറഞ്ഞിരിക്കുന്നു. സുമ്മഖാല, പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. എന്താണ്? അൻ തുഅ്മിന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. വ മലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളെക്കുറിച്ചും വ കുതുബിഹി, അവിടുത്തെ കിതാബുകളെക്കുറിച്ചും, അഥവാ ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലത്തെ ഖുർആൻ, അങ്ങനെ ഈ 4 കിതാബുകളിൽ വിശ്വസിക്കലാണ്. പിന്നെ റസൂലിഹി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഖദർ കണക്ക് അനുസരിച്ചാണ് എന്നതും വിശ്വസിക്കലാണ്. ഒക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇനി ഫഖാല, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫഖാല, എന്നാ അവരീതം പറയുകയാണ്, സ്വദഖത യാ മുഹമ്മദ്, നീ സത്യം പറഞ്ഞിരിക്കുന്നു. സുമ്മഖാല, വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു തരുമോ? തസവ്വുഫ് എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു മറുപടി പറയുകയാണ്, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബുദല്ലാഹ, അള്ളാഹുവിനെ നീ ആരാധിക്കലാണ്. കഅന്നക, ഏതുപോലെ? കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ പോലും. കാരണം എന്താ? ഫഇന്നഹു യറാക, അള്ളാഹു തആല നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ നിന്നെ കാണുന്നില്ലെങ്കിലും, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുന്ന പോലെ നീ ആരാധിക്കുക. ഫഖാല, അത് കേട്ടപ്പോഴും ഒന്നാൾ പറഞ്ഞു, സ്വദഖത യാ മുഹമ്മദ്, നീ സത്യം പറഞ്ഞിരിക്കുന്നു. ഖാല, അടുത്ത് ചോദിച്ചു, അഖ്ബിർനി അനിസ്സാ, സാഅത്തിനെ കുറിച്ച് പറഞ്ഞു തരൂ. അതോ ഒരു സമയം, ഏതാണ് ആ സമയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഖിയാമത്ത് കുറിച്ച് പറഞ്ഞു തരൂ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, മാ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സാഇലി, ചോദിക്കപ്പെടുന്ന ആൾക്ക് ചോദിക്കുന്ന ആളേക്കാൾ അറിയില്ല. അഥവാ ഈ ചോദിക്കുന്ന ആൾക്ക് എന്താണോ അറിയാം, അത് തന്നെയാണ് ചോദിക്കപ്പെടുന്ന ആൾക്കും അറിയാം. അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. സുമ്മഖാല, ഒന്നാൾ ചോദിക്കണം, അഖ്ബിർനി അൻ അമാറാത്തിഹ, എന്നാൽ അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, അഥവാ ഖിയാമത്ത് അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞതാ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തലിദൽ അമതു റബ്ബതഹ, എന്താണ്? അടിമ സ്ത്രീ അടിമ സ്ത്രീയുടെ യജമാനെ പ്രസവിക്കുക. അങ്ങനെ പറഞ്ഞാൽ എന്താ?
കാര്യങ്ങളൊക്കെ ആകെ ഉൾട്ടാവും, നേരെ തിരിച്ചും കാര്യങ്ങളൊക്കെ. അതാണ് ഈ അർത്ഥം. കാര്യങ്ങളൊക്കെ നേരെ ഉൾട്ടാവും എന്നർത്ഥം. ആ അൻതറ പിന്നെ നീ കാണും, അൻതറ പിന്നെ കാണലാണ് അൽ ഹുഫാത്ത ചെരുപ്പിടാത്ത ആളുകളെ, ലൊറാത്ത അല്പം വസ്ത്രം ധരിക്കുന്നവർ, ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടൊക്കെ വസ്ത്രം കുറച്ച് ധരിക്കുന്നവരെ, അല്ല ആലത്ത ദരിദ്രരെ, ഷായി ആട്ടിനെ മേയിക്കുന്ന ആട്ടിനെ കാണലാണ്. എങ്ങനെ എത്താവലൂന ഫിൽ ബുന്യാൻ അവരിനെ വിലസുന്നത് എവിടെ, വലിയ കെട്ടിടങ്ങളിൽ. സുമ്മൻ തലക്ക പിന്നെ ആ ഒന്നാൾ പോയി, ഫലബിസ്തു മലിയൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, സുമ്മ കാല എന്നോട് ചോദിച്ചു, പിന്നെ എന്നോട് ചോദിക്കുകയാണ്, കാലല്ലേ എന്നോട് റസൂൽ ചോദിക്കുകയാണ്, എന്ത് യാ ഉമറേ തദ്രി മനി സായിൽ ആരാണ് വന്നാളെന്നറിയോ, ചോദിച്ചാൾ ആ ചോദ്യകർത്താവിന് ആരാന്നറിയോ? അപ്പോൾ ഖുൽതു ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം അള്ളാഹുവിനും അവൻ്റെ റസൂലിനറിയാം, അല്ലാതെ എനിക്കറിയില്ല എന്നർത്ഥത്തിൽ പറഞ്ഞു. കാല അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്, അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, എന്തിനാ വന്നത്, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് വന്നതാണ്. റവാഹു മുസ്ലിം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഇവിടെ ഈ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് എങ്ങനെയാണ്, ഇവിടെ അള്ളാഹുവിൻ്റെ ദൂതരുടെ അടുത്തേക്ക് വന്നത് ഒരു ചോദ്യകർത്താവായിട്ട് വന്നു. അങ്ങനെ ചോദ്യം ചോദിച്ചു ആണ് മറുപടി അള്ളാഹു സുബ്ഹാനഹു തിരുദൂതർ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചു പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണെന്ത് ആ വിഷയത്തെ മറ്റുള്ള സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇതൊരു ശൈലിയാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച് പഠിക്കുക, ചോദ്യം മറുപടിയും പറഞ്ഞ് വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് തെളിവുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്, സമർത്ഥിച്ചു കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാസ് സ്വീകരിക്കട്ടെ. ഇതൊക്കെ ഒരു നല്ലൊരു അമലായി നാളെ ഈ ലോകത്തും പരലോകത്തും നല്ലൊരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ലോകത്തും വിജയിക്കാൻ ഒരു കാരണമാക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.